ഹേ ഗായ്സ്, നമസ്കാരം. ഞാൻ തിരിച്ചു വന്നേക്കുന്നു. സന്തോഷമായില്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ളത്. ഇതെൻ്റെ മൂന്നാമത്തെ യൂട്യൂബ് ചാനലാണ്. ഇനി ഒരു തിരിച്ചു പോക്കില്ല. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോറിങ് ഹോസ്റ്റൽ ലൈഫിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ന്യൂ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യാണ്. എങ്ങനെയുണ്ട്? എനിക്കറിയാം നിങ്ങൾ ആദ്യത്തെ കുറച്ച് വിഷ്വൽസൊക്കെ കണ്ട് എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. ബാക്കി പറയുന്നതിന് മുന്നേ നമുക്ക് ഡോർ അങ്ങ് ലോക്ക് ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സെയിം കീ ഇട്ട് തന്നെ അകത്ത് കയറിയതിന് ശേഷം ലോക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആൻഡ് മിനിമലാണ്. നമ്മുടെ ഡൈനിങ് ടേബിൾ തന്നെ കണ്ടോ, ഇത് 6 ചെയർ നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ 4 ചെയർ മാത്രമേ സെറ്റാക്കിയിട്ടുള്ളൂ. കണ്ടോ, യൂസ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ആ ടേബിളിൻ്റെ അടിയിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ ചെയർ. സോ അത്രയും സ്പേസ് സേവിങ് ആയിരിക്കും, കാണാനും ക്യൂട്ടായിട്ടിരിക്കും. പിന്നെ നമ്മുടെ ഒരു വാഷിംഗ് ബേസിൻ യൂണിറ്റ്, ഒരു കുട്ടി യൂണിറ്റാണ്. അതിൻ്റെ താഴെ അത്യാവശ്യം വലുതായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മുടെ വാഷിംഗ് മെഷീൻ, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. കിച്ചണാകുമ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ വേണമല്ലോ. അത് തന്നെ. ഇത് വൃത്തിയാക്കി വെച്ചേക്കുന്ന പ്ലേറ്റും സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ, നമുക്ക് കിച്ചൻ്റെ മുകളിലായിട്ടും താഴെയായിട്ടും അത്യാവശ്യം നല്ല ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് പിന്നെ അത്യാവശ്യം സാധനങ്ങൾ. എനിക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഒരു അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. പക്ഷെ കാണുന്നവർക്ക് അത് അനാവശ്യമായിട്ട് തോന്നും. പിന്നെ ആ കിച്ചണിലിരിക്കുന്ന ആ ഒരു കട്ടിംഗ് ബോർഡ് എന്താണ് വൈറ്റ് കളർ എന്ന് വെച്ചാൽ ഞാനത് ഇപ്പോൾ യൂസ് ആക്കാറില്ല. ഇത് അത്യാവശ്യം കുക്കിങ്ങിന് വേണ്ടുന്ന പൊടിയും സാധനങ്ങളും, നമ്മുടെ ഗ്യാസ് അടുപ്പ്, ഇൻഡക്ഷൻ കുക്കർ, ഓവൻ. പിന്നെ ആ വള്ളി എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് അടുപ്പിൻ്റെയാണ്, കണ്ടോ. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്താൽ വലിയ ഒരു സംഭവങ്ങളും ഇല്ല. അത്യാവശ്യം ഞം കഴിക്കാനുള്ള സാധനങ്ങൾ മാത്രമാണ്. മുട്ട, ബിസ്ക്കറ്റ്, അച്ചാർ, തൈര്, ജ്യൂസ്, പിന്നെ പാലും എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഐറ്റവും കാണും. ഇത്തവണ അത് തണ്ണിമത്തനാണ്. ഇത്രയേ ഉള്ളൂ, വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പം ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള പോർഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാൽക്കണിയാണ്. അപ്പോൾ അവിടേക്ക് പോവാം. നമുക്കിവിടെ സ്ലൈഡിങ് ഡോറാണുള്ളത്, കണ്ടോ. 2 സൈഡിൽ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന സ്ലൈഡിങ് ഡോറാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബാൽക്കണിയിലോട്ട് പോകാം. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നമുക്ക് ആകെ തുണി വിരിക്കാനൊക്കെ കൊണ്ട് ആ ഒരു സ്റ്റാൻഡ് മാത്രമാണ് ഉള്ളത്, കണ്ടോ. ഈ ഒരു സ്റ്റാൻഡ് മാത്രമാണ് നമുക്ക് തുണി ഉണക്കാനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്. എനിക്കിഷ്ടമായോ? തലയ്ക്ക് ചൂട് പിടിച്ച ചിന്തകളൊക്കെ ഇങ്ങനെ കാട് കയറുമ്പോൾ ഇവിടെ വന്ന് വായി നോക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. തമ്പുരാൻ അറിയാൻ എന്താവുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ബാൽക്കണി ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് ഫ്ലാറ്റിനകത്തേക്കുള്ള വ്യൂ ഇതാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ബെഡ്റൂം ഉള്ളത്. സോ നമ്മുടെ ബെഡ്റൂമിലോട്ട് പോവാം. വീണ്ടും നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് എനിക്കറിയാം. വളരെ ക്യൂട്ട് ആയിട്ട് ചെറിയൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെ പെട്ടിയും കിടക്കുകയൊക്കെയാണ്. അയ്യോ, ഇന്നലെ എന്തോ പലഹാരം കഴിച്ചതിൻ്റെ പൊതിയാണത്. എനിക്കറിയാൻ വയ്യ. മിക്കവാറും ദിവസങ്ങളിൽ ഞാനും എൻ്റെ മടിയും തമ്മിൽ നല്ല മൽപ്പിടുത്തമാണ്. ജസ്റ്റ് മിസ്സിനൊക്കെയാണ് ഞാൻ മടിയെ തോൽപ്പിക്കുക. പക്ഷേ കൂടുതലും മടി എന്നെ തോൽപ്പിക്കാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് നല്ല വ്യൂ ആണ്. എത്രയും പെട്ടെന്ന് ഇത് കർട്ടനിട്ട് ക്ലോസ് ചെയ്യണം. അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. നൈറ്റ് ബെഡ്റൂമിൽ നിന്നും നല്ലൊരു വ്യൂ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി, നമുക്ക് ചിന്തിക്കണ്ടേ. എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം. അത് തന്നെ. ഇതാണ് നമ്മുടെ വാഷ്റൂം. അത്യാവശ്യം തിരക്കേടില്ലാത്തതുകൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഡോറ് കണ്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡോറ് കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് ഞാൻ ഇറങ്ങാൻ നേരത്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ബാത്റൂം, വാഷ്റൂം എന്തും പറയാം. അതാണിത്. ഭയങ്കര സ്പീഷ്യസ് ഒന്നുമല്ല, ചെറിയ സ്പേസേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ക്യൂട്ടാണ്. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഷവർ അത്യാവശ്യം വലുതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇറങ്ങാൻ നേരത്തെ ഡോർ എങ്ങനെയാണെന്ന് കാണിച്ചത്. ഇങ്ങനെയാണ് ഇത് അടയ്ക്കുന്നതും തുറക്കുന്നതും. കണ്ടോ, ഇതിന് എന്ത് പേരാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ആ മിഡിൽ പോർഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. ഇങ്ങനെ സൈഡിൽ കൂടെ
പുറത്തേക്ക് പുഷ് ചെയ്താൽ ഡോർ അങ്ങ് അടഞ്ഞോളും. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് ആ ഒരു ജനൽ കർട്ടനിട്ട് ക്ലോസ് ചെയ്യണോ. നമ്മൾ നൈറ്റ് ടൈമൊക്കെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് പുറത്തുനിന്ന് അടിപൊളി വ്യൂ ആയിരിക്കും. അപ്പോൾ വെറുതെ എന്തിനാണ് നാട്ടുകാരെ പേടിപ്പിക്കുന്നത്? അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് കർട്ടൻ ഇടാന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് നമ്മുടെ ശൗചാലയം അടയ്ക്കാം. ഇതിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇതിന് എത്ര ദിവസം എടുക്കും ഞാൻ പഠിച്ചു വരാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ പുറത്തേക്കുള്ള വ്യൂ ഇതാണ്. ആ സൈഡിലെ ചെയറിൻ്റെ സൈഡിലായിട്ട് കുട്ടി ടേബിൾ പോലെ കണ്ടോ, അത് നമുക്ക് താഴ്ത്തി വയ്ക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ നൈറ്റ് വ്യൂ ആണ്. പ്രത്യേകിച്ചൊന്നും അകത്തില്ല, ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആയിരിക്കും പ്രത്യേകതയുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഇൻസൈഡ് കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് നേരെ ബാൽക്കണിക്ക് വിടാം. നല്ല അടിപൊളി കാറ്റുണ്ട് കണ്ടോ. എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ലോബിയാണ്. ക്യൂട്ടായിട്ടില്ലേ? ഓരോ പോർഷൻ നമ്മളിൽ ഫോട്ടോഷൂട്ടിനൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ ലോങ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങളെല്ലാം ഒന്ന് കാണിച്ചിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ ഓടി നടന്നെടുത്തൊരു വീഡിയോ ആണ്. ആ ഗ്ലാസിൻ്റെ ബാക്കിലായിട്ടുണ്ടോ അവിടെ ഒരു അത്യാവശ്യം വലിയൊരു ഊഞ്ഞാലും നമുക്ക് ഔട്ട്സൈഡ് ഇരിക്കാൻ പറ്റിയൊരു സ്പേസൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. അവിടെ കാറ്റൊക്കെ കൊണ്ടുപോയിട്ട് ചായ കുടിച്ചൊക്കെ ഇരിക്കാൻ. ഒരു തവണ ഞാനത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഹോം തിയേറ്റർ ഒന്ന് കണ്ടിട്ട് വരാം. ഇതും വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. സ്ക്രീൻ ഇതാണ് നമ്മുടെ സ്ക്രീൻ. നമുക്ക് നോർമലി ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ സീറ്റ് ഇവിടെയാണ് വരുന്നത്. നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി 15 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് ആണെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി ഇത് ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങാം. ലോക്ക് ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് പണി പാളിയത്. ജസ്റ്റ് കീ ഒന്ന് ലോക്കായിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ചവിട്ടി പിടിച്ച് കീ എടുത്തു. ഇത് നമ്മുടെ വെളുത്ത പൂൾ ഏരിയ ആണ്. എങ്ങനെയുണ്ട്? ശരിക്കും പറഞ്ഞാൽ മൊബൈലിൽ ഈ ഒരു ഷൂട്ട് ചെയ്തിട്ട് ഉള്ളൊരു വിഷ്വൽ കാണുന്ന പോലല്ല നേരിട്ട്. നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ്. ഈവനിങ് സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയത്തൊക്കെ നല്ലൊരു വ്യൂ ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് പോകെയുള്ള വീഡിയോയിൽ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഓവറോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ദയവായി പിശുക്ക് കാണിക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ ടേക്ക് കെയർ. താങ്ക് യു.